ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിലെ അഭിഷേക തൈലമെടുത്ത് ദാവീദിൻ്റെ തലയിൽ ഒഴിച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നു. മോശ അഹരോനെ അഭിഷേകം ചെയ്തു. പഴയ നിയമത്തിനകത്ത് നമ്മൾ പല അഭിഷേകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഭിഷേകം ചെയ്തവരുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവരുടെ മേൽ വീണ അഭിഷേകം ചിലരെ രാജാക്കന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ പുരോഹിതന്മാരാക്കി. ഇതുപോലെ പഴയ നിയമത്തിലെ അഭിഷേകത്തിൽ ചില രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരുമായപ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നു ദൈവിക പുത്രത്വം എന്നുള്ളൊരു വലിയ പദവി സ്വർഗം നമുക്ക് നൽകി. ഇപ്പോൾ നമ്മൾ ദാസന്മാരല്ല. പഴയ നിയമത്തിൽ അവൻ രാജാവാണെങ്കിലും അവൻ ദാസന, പ്രവാചകനാണെങ്കിലും അവൻ ദാസന, പുരോഹിതനാണെങ്കിലും അവൻ ദാസന. എന്നാൽ ഈ പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ രാജകീയ പുരോഹിതന്മാരാണെങ്കിലും നിങ്ങൾ ദാസന്മാരല്ല, സ്വർഗീയ പിതാവിൻ്റെ യാഹ്വേയുടെ പ്രിയ മക്കളത്രേ. അതുകൊണ്ട് ഉറപ്പോടെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞേ, ഐ ആം സൺ ഓഫ് ഗോഡ്. ആ പുത്രത്വത്തിൻ്റെ നിറവിൽ നടക്കുവാൻ, ആ നിലത്തിൽ ജീവിക്കുവാൻ സ്വർഗീയ പിതാവായ യാഹ്വേ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.